ആഗോള തീർത്ഥാടന കേന്ദ്രമായ ഭരണങ്ങാനം സെന്റ് അൽഫോൺസ ഷെർണിൽ വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം. 10 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തിരുനാളിന്റെ ആദ്യ ദിനമായ ഇന്ന് അൽഫോൺസിയൻ ശിശുദിനമായാണ് ആഘോഷിക്കുന്നത്. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൺസാമ്മയുടെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, ശംഷാബാദ് രൂപത സഹായമെത്രാൻ മാർ ജോസഫ് കൊല്ലപ്പറമ്പിൽ, കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സൃഷ്ടിയെ മറന്ന് സൃഷ്ടാവിനെ സ്നേഹിച്ചവളാണ് വിശുദ്ധ അൽഫോൺസാമ്മയെന്നും ദൈവത്തെ സ്നേഹിക്കാൻ കുരിശിന്റെ വഴിയാണ് ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിഞ്ഞവളുമാണ് വിശുദ്ധ അൽഫോൺസാമ്മയെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. സഭയുടെ വിശുദ്ധ പൈതൃകങ്ങളോട് ചേർന്ന് നിൽക്കാൻ കടപ്പെട്ടവരാണ് നമ്മളെന്നും മയക്കുമരുന്ന് വിമുക്തമായ ഒരു സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മാർ കല്ലറങ്ങാട്ട് കൂട്ടിച്ചേർത്തു. സൃഷ്ടികളെ മറന്ന് സൃഷ്ടാവിനെ സ്നേഹിച്ചവളാണ് അൽഫോൺസാമ്മ. സൃഷ്ടവസ്തുക്കളുടെ ആകർഷണത്തിൽ കുടുങ്ങി സൃഷ്ടാവിൽ എത്തിച്ചേരാത്ത നല്ലൊരു പറ്റം ആളുകൾ ലോകത്തിലുണ്ട്. അവർക്കെല്ലാം ഈ അൽഫോൺസാമ്മ ഒരു പുത്തൻ ഉണർവ് നൽകും എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രത്യാശ. അൽഫോൺസാമ്മയ്ക്കുള്ളത് ക്രൂശിതന്റെ മുഖമായിരുന്നു. ദൈവത്തെ സ്നേഹിക്കാൻ കുരിശിന്റെ വഴിയാണ് ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിഞ്ഞവളാണ്. അൽഫോൺസാമ്മയുടെ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ഫോർമുല സ്നേഹിക്കുക സമം സഹിക്കുക എന്നത് തന്നെയാണ്. ക്രൂശിതനോട് അനുരൂപപ്പെടാൻ സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയ പുണ്യവതി ആണ് അൽഫോൺസാമ്മ. നമ്മുടെ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മുന്തിരിച്ചെടിയും ശാഖകളും മുന്തിരിക്കുലയും പോലെയുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. ആ ബന്ധമില്ലെങ്കിൽ ഉണക്കക്കമ്പാണ് നമ്മൾ. ഉണക്കക്കമ്പിന്റെ അവസ്ഥ തീയാണ്. തീയ പ്രതീകാത്മകമായിട്ട് നരകമാണ്. സഭയുടെ വിശുദ്ധ പൈതൃകങ്ങളോട് ചേർന്ന് നിൽക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. മയക്കുമരുന്ന് വിമുക്തമായ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ സമുദായങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് അവരുടെ കാർഷിക ഉന്നമനത്തിന് വേണ്ടി കൂടുതലായിട്ട് നമ്മൾ പ്രയത്നിക്കണം. കൊടിയേറ്റിന് ശേഷം നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് മാർ മാത്യു അറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. തിരുനാളിന്റെ ആദ്യ ദിനമായ ഇന്ന് അൽഫോൺസിയൻ ശിശുദിനമായാണ് ആഘോഷിക്കുന്നത്. രാവിലെ 11:30 വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ച് കുട്ടികൾക്കായി പ്രത്യേക കുർബാനയും ആശീർവാദവും നടന്നു. മാർ മാത്യു അറയ്ക്കലിന്റെയും ഷൈറിനിലെ വൈദികരുടെയും നേതൃത്വത്തിലാണ് കുഞ്ഞുങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചത്. ഷ്രൈൻ റെക്ടർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ പാലയ്ക്കാപ്പറമ്പിൽ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു. സ്നേഹമുള്ള സഹോദരങ്ങളെ, 2026 അൽഫോൺസാമ്മയുടെ തിരുനാളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം അമ്മയുടെ പുണ്യ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജൂലൈ 19 ഞായറാഴ്ച രാവിലെ 11:15 പാലാ രൂപത അധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് കൊടി ഉയർത്തി. പാലായുടെ വലിയ പിതാവ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവും അതുപോലെ ശംഷാബാദ് അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ജോസഫ് കൊല്ലപ്പറമ്പിൽ പിതാവും സന്നിഹിതനായിരുന്നു. നൂറുകണക്കിന് വിശ്വാസികളുടെ വലിയൊരു സമൂഹം കൊടിയുയർത്തുന്ന തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ഇടയെത്തിയിരുന്നു. തിരുനാൾ ദിവസങ്ങളിലെ വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 6:15 ആഘോഷമായ ജപമാലത്തിരി പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ഷ്രൈനിൽ നിന്ന് ആരംഭിച്ച് ഭരണങ്ങാനം ഫൊറോന പള്ളി ചുറ്റിയാണ് പ്രദക്ഷിണം നടക്കുക. ഷിക്കന ന്യൂസ്, കോട്ടയം.